നമസ്കാരം. ഗാനജാലകം ആരംഭിക്കുന്നു. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എന്നിവ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് യോജിച്ച ഒന്ന് രണ്ട് പാട്ടുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ജീവിതമാകുന്ന കടലിൽ ദിശയറിയാതെ ഉഴലുമ്പോൾ സത്യത്തിൻ്റെ പ്രകാശമായി നമ്മെ നയിക്കുന്ന ശ്രീ യേശുദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനത്തോടുകൂടി ആരംഭിക്കാം. ഹൃദയത്തിൽ ഭക്തിയുടെ തിരയിളക്കം സൃഷ്ടിക്കുന്ന ഏവർക്കും സുപരിചിതമായ ഗാനം. സത്യനായക, മുക്തിദായക, പുസ്തകത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീ യേശുനായക എന്ന ഗാനം ജീവിതം ഒരു ഗാനം എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പി എഴുതി, MS വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസും കൂട്ടരും പാടിയ ഈ പാട്ട് അന്നും ഇന്നും എല്ലാവരും ഒരുപോലെ നെഞ്ചേറ്റിയതാണ്. സത്യനായകൻ, മുക്തിദായകൻ, പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായകൻ എന്നീ 3 പ്രയോഗങ്ങൾ ഈ പല്ലവിയിൽ വന്നിട്ടുണ്ട്. എല്ലാം യേശുദേവന് ഏറെ യോജിക്കുന്നവ. നായകൻ എന്നാൽ നയിക്കുന്നവൻ എന്നാണ് അർത്ഥം. സത്യത്തെയും ധർമ്മത്തെയും നന്മയിലേക്ക് നയിച്ച ഇതിഹാസ പുരുഷൻ എന്ന് വരുമ്പോൾ സത്യനായകൻ എന്ന പ്രയോഗം എത്ര അന്വർത്ഥമാണെന്ന് നോക്കൂ. ഈ ഗാനത്തിന്റെ തുടർന്നുള്ള ഭാഗം കൂടുതൽ ചേതോഹരമാണ്. കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിന്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടു ഉണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. വരികളിൽ ഭക്തിയും വിഭക്തിയും ഒരുപോലെ കൊണ്ടുവരാൻ ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിക്ക് കഴിഞ്ഞിരിക്കുന്നു. കാൽവരിയിലാണല്ലോ യേശുദേവന് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നത്. അതിനാൽ കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ എന്ന വരി അങ്ങനെ സംഭവിക്കാനിടയായതിൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കവിയിൽ തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിന്റെ പ്രതിഫലനം ഉളവാക്കാൻ പോന്നതാണ്. കനകതാരമായി യേശുദേവൻ ഇന്നും ജനകോടികളുടെ ഹൃദയാകാശത്ത് ജ്വലിച്ചു നിൽക്കുന്നു എന്ന വരിയും എടുത്തു പറയേണ്ടതാണ്. ഒരു കവിയുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന വരികളാണിവ. എത്ര അർത്ഥവത്താണ് ഓരോ വരിയും എന്ന് ചിന്തിക്കുക. ഇന്ന് ഇതുപോലെയുള്ള പാട്ടുകൾ കേൾക്കാൻ കഴിയുന്നില്ല എന്ന ദുഃഖം ഇവിടെ പങ്കുവെച്ചുകൊള്ളട്ടെ. എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. 1997 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിലൂടെ കേട്ട ഗാനം. യൂസഫലി കേച്ചേരി എഴുതി, രവി ബോംബെ സംഗീതം നൽകി, യേശുദാസും KS ചിത്രയും ചേർന്ന് പാടിയ അനശ്വര ഗാനം. വാതിൽ തുറക്കും നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ, കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശന്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന യേശുക്രിസ്തുവിന്റെ കുരിശേറ്റം ഇന്നും നമ്മുടെ നഗ്നദൃഷ്ടികൾക്ക് ഗോചരമല്ല. അതുകൊണ്ടാണ് കവി കാലത്തിനോട് വാതിൽ തുറന്നിടാൻ ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, 2000 കൊല്ലത്തിന്റെ മാറാല തട്ടി നീക്കി കവിഭാവന ആ സ്നേഹസ്വരൂപനെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. കുരിശിൽ പൊളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനെ എന്ന വരികൾ ഇന്നും പ്രസക്തമാണ് എന്ന് ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നു. മരണസമയത്തൻ മെയ്തളർന്നിടുമ്പോൾ അരികിൽ നീ വന്നണയേണമേ, തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്തു നീ റൂഹായ കുദിശയിൽ ചേർക്കേണമേ എന്ന തുടർന്നുള്ള വരികൾ ഏറെ ശ്രദ്ധേയമാണ്. ശരീരം വല്ലാതെ തളരുന്ന മരണസമയത്ത് യേശു തന്നെ നേരിൽ വന്ന് ആസന്നമൃതനായ ദാസന്റെ ജീവനെടുത്ത് റുഹായ കുദിശയിൽ ചേർക്കുമാറാകണം എന്നത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയാണ്. റുഹായ കുദിശ എന്നാൽ പരമാത്മാവ് എന്നാണ് അർത്ഥം. ഒരു ഉറച്ച വിശ്വാസിയുടെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുക്കാൻ ഇവിടെ യൂസഫലി കേച്ചേരിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന് ഏറ്റവും യോജിച്ച സംഗീതം പകർന്ന് രവി ബോംബെ ഗാനത്തിന് കൂടുതൽ മിഴിവേകിയിരിക്കുന്നു.
യേശുദാസും ചിത്രയും ഭാവോജ്വലമായി പാടിയതോടെ ഈ ഗാനം ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നായി മാറി. പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.